What's happening with this Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗാണ്. ചെറിയൊരു ഗാഡ്ജറ്റാണ് ഈ സ്ക്രീൻ. കണ്ടോ, ഇതൊക്കെ നമ്മൾ സാധാരണ ഞാനൊക്കെ കണ്ടിട്ടുള്ള കാറിൽ വെക്കണത്, പിന്നെ നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റം നമ്മൾ കാറിൽ വെക്കണ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പോലത്തെ. പക്ഷേ ഈ സാധനം നമ്മൾ കാറിൽ വെക്കണമല്ലോ കേട്ടോ, ഇത് നമ്മുടെ ബൈക്കിന് വെക്കാൻ പറ്റിയ ഒരു ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേ സപ്പോർട്ട് ചെയ്യണ ഒരു സ്ക്രീനാണ്. ഫുള്ളി വാട്ടർ പ്രൂഫ് ഡിസ്പ്ലേ ആണ് ഇത് നമുക്ക് ഗ്ലൗസ് ഇട്ട് യൂസ് ചെയ്യാം. ഭയങ്കര അടിപൊളി സാധനമാണ്. അപ്പോൾ കാർ പ്യൂറൈഡ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാർ പ്യൂറൈഡിൻ്റെ 702B പ്രോ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇത് ക്യാമറ സപ്പോർട്ട് ചെയ്യാത്ത മോഡലാണ്. ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന വേറെ മോഡ്യൂളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടാം. അങ്ങനത്തെ ഫുള്ളി വാട്ടർ പ്രൂഫ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം ഭയങ്കര ഈസി ടു ഇൻസ്റ്റാൾ ആട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ബോൾ ജോയിൻ മൗണ്ടാണ്. ഒരു യു ക്ലാമ്പ് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തേക്കണേ. ഈ വയർ വന്നേക്കണോ, ഇതിൽ നിന്നാണ് നമ്മൾ ഈ വയറിലെടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണത്. ഇത് ഞാൻ എടുത്തേക്കണത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ഡയറക്റ്റ് ബാറ്ററിയുടെ അകത്താണ് ഞാൻ ഫിക്സ് ചെയ്തേക്കണത്. നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ഭയങ്കര ഈസിയാണ്. ബാറ്ററി അല്ലാണ്ട് ഇഗ്നിഷനിലേക്ക് കൊടുത്താൽ നമുക്ക് വണ്ടി ഓൺ ചെയ്യണ രീതിയിൽ, ഓൺ ചെയ്യുമ്പോൾ വർക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്താലാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കുത്തിയാൽ ഫുൾ ടൈം പവർ കിട്ടും. അതിന് നല്ലത് വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് ഓൾറെഡി ഫിറ്റ് ചെയ്ത് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ സ്ക്രീൻ ഗാർഡ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോക്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് കേട്ടോ. ബോക്സിൻ്റെ അകത്ത് നമുക്ക് നോക്കാൻ പോയാൽ ഇതിൽ എഴുതിയിട്ടുണ്ട് HD 7-inch IPS ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, IP67 റേറ്റഡ് ആണ്, കാർപ്ലേ, ആൻഡ്രോയിഡ്, ബ്ലൂടൂത്ത്. നമുക്ക് നമ്മൾ ഇൻ്റർകോമൊക്കെ കണക്ട് ചെയ്യാം. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്മൂത്താണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും. കാരണം ഇതിലൊരു സ്റ്റോക്ക് ഇവരുടെ സ്വന്തം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ഇതിൽ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് തോന്നുന്നു. ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് വെച്ചും കണക്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ USB ഇല്ലേ, വണ്ടിയുടെ ബൈക്കിൻ്റെയൊക്കെ USB ചാർജറിൽ കുത്തി നമുക്ക് ഇത് ഇതേപോലെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ വേറൊരു ഉപയോഗം എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഇത് എനിക്ക് വേണേൽ എൻ്റെ ബ്രിയോയിൽ സാധാരണ അതിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്ക്രീനാക്കി ഇത് കൊടുക്കുക. അങ്ങനെ USB കണക്ട് ചെയ്ത് ഇത് നമുക്ക് കുത്തിയാൽ ആവശ്യമുള്ളപ്പോൾ ഊരി ബൈക്കിൽ ഉപയോഗിക്കാം, കാറിൽ ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ഹാക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്തുള്ളത് നമുക്ക് കുറേ സ്ക്രൂസും അലൻ കീസും ഉണ്ട്. ആൻഡ് ഇത് ഫ്യൂസ് ഉണ്ട് നമുക്ക്. പിന്നെ അത് കൂടാണ്ട് ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ BMW വേണ്ടിയുള്ള ആക്സറി കേട്ടോ. BMW GS വേണ്ടി ഇത് ഫിക്സ് ചെയ്ത് ഡയറക്റ്റ് ഇതിലേക്ക് മൗണ്ട് ചെയ്താൽ നമുക്ക്, അതായത് BMW നമുക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ എക്സ്ട്രാ വയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഈ പാനലങ്ങ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ ഇതിൽ കണക്ട് ചെയ്താൽ മതി. അതിൽ ഓൾറെഡി അതിനൊരു ആക്സസറി വന്നുണ്ട് BMW. അപ്പോൾ ഈ BMW ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്പാൻഡറും 2 വയർ ടൈയും, പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇടയിൽ കുത്തി കയറ്റാനുള്ള ഒരു ടൂളാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നത്, ബോക്സിൽ വന്നത്. അപ്പോൾ ബോക്സിൽ അത്യാവശ്യം നമുക്ക് ഈസിയാണ്, നമുക്ക് വളരെ ഈസി ടു യൂസ് ആണ്, ഈസി ടു ഇൻസ്റ്റാളും ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓണാക്കി ഇങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്കൊരു ക്യാപ്പ് ഇട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. അത് തുറക്കുക, അത് തുറന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്തിടാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാധനം വന്നു. എന്താ ചോര കണ്ടു കൊതുക് കടിച്ചതാ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആ ഒരു ഡിസ്പ്ലേ. 7-inch IP67 റേറ്റഡ്, ഓട്ടോ ഡിമ്മോ ഓട്ടോ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റഡ് ആയി. ഞാൻ ഓൾറെഡി എൻ്റെ ആൻഡ്രോയിഡ് ഫോണായിട്ട് കണക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തത്. ഇപ്പോൾ കണ്ടോ, തന്നെത്താണ് എല്ലാം കണക്റ്റായി വരുന്നതായിരിക്കും. കണ്ടോ, ഇതെല്ലാം ലൊക്കേഷനും പാട്ടൊക്കെ പ്ലേ ചെയ്യാപ്പോൾ തന്നെ പാട്ട് ബസ്സി കണ്ടോ, പാട്ട് പ്ലേ ചെയ്യാം. നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. മാപ്പ് എടുത്താൽ മാപ്പ് നമുക്ക് ഫുൾ സൂം ഔട്ട് ചെയ്ത് സൂം ഇൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടോ ഫുൾ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ നെറ്റ് കിട്ടാം. അതായത് നമ്മൾ കാറിൽ എങ്ങനെയാണ് ഉപയോഗിക്കണം അങ്ങനെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. സെറ്റിങ്സിലേക്ക് പോകാം, സെറ്റിങ്സിലേക്ക് പോയാൽ മെസ്സേജ് കാണിക്കുന്നതോ അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസ് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യാം. യൂസ് ഫോൺ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെ. ഇങ്ങനെ ചെയ്താൽ ബാറ്ററി ഡ്രെയിൻ ആകും പെട്ടെന്ന്. പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയാണ് ഇത് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഇതിൽ ഞെക്കിയിട്ട് ഞാൻ പിന്നെ ഇതൊന്നും കൂടെ ഞെക്കിയാൽ നമ്മുടെ ആപ്സിലേക്ക് പോകും. കേട്ടോ, എൻ്റെ വാൾപേപ്പറൊക്കെ ഉണ്ട്. അത് 790 വാൾപേപ്പറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വന്ന മെസ്സേജസ് നമുക്ക് മാപ്സ്, റിമൈൻഡർ, സെറ്റിങ്സ്, സ്പോട്ടിഫൈ, വെതർ, വാട്സാപ്പ്, കസ്റ്റമൈസ് എല്ലാം. വാട്സാപ്പൊക്കെ എടുത്താൽ എനിക്ക് തന്നെ അതേപോലെ നമുക്ക് പുതിയ കൺവെർസേഷൻസും എന്തെങ്കിലുമൊക്കെ വന്നാൽ നോ ന്യൂ മെസ്സേജസ് ഡ്യൂറിങ് ദിസ് ഡ്രൈവ് കണക്ട് ചെയ്തപ്പോൾ അപ്പം മുതൽ നമുക്ക് വേറെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്നാണ് കാണിച്ചേക്കണേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എന്നിട്ട് ഒന്നും കൂടെ ഹോം അടിച്ചാൽ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്താൽ അതിൻ്റെ അകത്തുള്ള കുറച്ച് സെറ്റിങ്സ് കാണിച്ചാൽ കണ്ടോ, ഫോൺ നമുക്ക് കോൾ ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ മ്യൂസിക് ഇത് സെപ്പറേറ്റ് ആട്ടോ. അതിൽ കാർഡ് നമുക്ക് പ്ലേസ് ചെയ്താൽ കാർഡിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാർഡിൻ്റെ അകത്തുള്ള ഇത് നമുക്ക് മാപ്പ്, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് കാണാൻ പറ്റും, നമുക്ക് കോമ്പസ് കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ
ഹോം ഞെക്കിയാൽ ഓഡിയോ ഔട്ട്പുട്ട് ഇത് നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് ഡിവൈസസ് ഒക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. കണ്ടോ, നമ്മുടെ ആൻഡ്രോയിഡോ അതായത് നമ്മുടെ ഇൻ്റർകോമും ബ്ലൂടൂത്ത് ഡിവൈസൊക്കെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അതും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോയാൽ ഇതിൻ്റെ ഓരോ ലാംഗ്വേജ് സെറ്റിങ്സ്, വൈഫൈ സെറ്റിങ്സ്, വൈഫൈ പാസ്വേഡും ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്തൊക്കെയെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് മറ്റേ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്തിട്ട് എങ്ങനെ പാട്ട് ചെയ്യുക അതുകൊണ്ട് കാണിച്ചു കേട്ടോ. നമ്മൾ ബ്ലൂടൂത്ത് എടുത്തിട്ട് പേഡ് ലിസ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഇതിൽ പേഡില്ല. അപ്പോൾ നമുക്ക് പുതിയ ഡിസ്കവർ ലിസ്റ്റിലേക്ക് പോകാം. സെർച്ച് ചെയ്യാണ്, സെർച്ചിങ്. അപ്പോൾ അത് കണ്ടോ, എൻ്റെ ഹെൽമെറ്റിൻ്റെ ബ്ലൂടൂത്ത് ഇവിടെ വന്ന് നമ്മളത് കണക്ട് ചെയ്യുക. അത് കണക്റ്റഡായി, കണ്ടോ, കണക്റ്റഡായി എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഹോം പോവുക, ആൻഡ്രോയിഡ് ഓട്ടോ എടുക്കുക, എന്നിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ്രോയിഡ് കണക്റ്റ് ആയി. കണ്ടോ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലേ ആണ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പാട്ട് പ്ലേ ആവണം. നമുക്ക് നെക്സ്റ്റ് അടിക്കാം, അത് കാണാം, നമ്മൾ മാപ്പ് എടുക്കാം, സൂം ഔട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ചപ്പക്കം കവല എവിടെയാണോ പാട്ടൊക്കെ പ്ലേ ആവുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യാം. അത് കൂടാണ്ട് നമുക്ക് ഹോമിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള എല്ലാ കാണാം. മെസ്സേജസ്, കാലണ്ടർ, മാപ്സ്, ന്യൂസ്, മെസ്സഞ്ചർ, ഫോം വിളിക്കാം. കണ്ടോ മേളിൽ, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് ഇതിൻ്റെ അത് ഉപയോഗിക്കാം. ഇപ്പോൾ വെതർ എടുക്കുവാണെങ്കിൽ നോക്കാം. കണ്ടോ, കണ്ടോ, ഇതിൻ്റെ അകത്ത് വെതർ റിപ്പോർട്ടാണ് ഇപ്പോൾ കേട്ടത് നമ്മൾ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഹോം പിന്നെ അടിക്കുന്നത് എക്സിറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഓഡിയോ ഔട്ട്പുട്ടിൽ തന്നെ നമുക്ക് 2 എണ്ണം കണക്ട് ചെയ്യാം. അതായത് 2 ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് കണക്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഹെൽമെറ്റും വേറെ ആളുടെ എൻ്റെ പില്ലിയൻ്റെ ഹെൽമെറ്റും കണക്ട് ചെയ്താൽ നമുക്ക് രണ്ടിലും ഒരേ രീതിയിൽ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാണ്ട് ഈ ആൻഡ്രോയിഡ് ഓട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ബ്ലൂടൂത്തും കണക്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ലാണ്ട് തന്നെ ഫോൺ, മ്യൂസിക്, മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനത്തെ കണ്ടോ, ഇതിപ്പോൾ ഇൻ്റർകോം മോഡെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2 എണ്ണം കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ യൂസുകളുണ്ട്. ഇവരുടെ മാനുവലി നോക്കിയാൽ നമുക്ക് മൊത്തം കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളതെന്ന്. വൈഫൈ സെറ്റിങ്സ് ഞാനും പഠിച്ചു തന്നെയുള്ളൂ ഈ സാധനം. മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് പഠിച്ചു തന്നെയുള്ളൂ. അപ്പോൾ സമയമെടുക്കും. എന്നാലും ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്കിത് ഇത്രയും നേരം ഓണാക്കി വെച്ചിട്ട് ചെറുതായിട്ട് വെയിലടിച്ചിട്ടുള്ളൊരു ഹീറ്റ് മാത്രമല്ല, ഭയങ്കരമായിട്ട് ഹീറ്റായിട്ടൊന്നുമില്ല നമ്മുടെ ഡിവൈസ്. അപ്പോൾ ചെറിയൊരു ഹീറ്റിങ് നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത്ര ഭയങ്കര ഹീറ്റിംഗ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് അവരുടെ മാനുവൽ. നല്ല വിസിബിളാണ്, നല്ല ബ്രൈറ്റ് ലൈറ്റിൽ നല്ല വിസിബിളാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ സ്റ്റോക്ക് വന്നൊരു ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്ക്രീൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. എനിക്കിത് മൊത്തം ഞാൻ പറിച്ച് കളഞ്ഞില്ല, വെറുതെ സ്ക്രാച്ച് ആക്കണ്ടല്ലോ വെച്ചാൽ ഇതിന് പറ്റിയ സൈസ് ഉള്ള ഒരു നമ്മുടെ ടെമ്പർ ഗ്ലാസ് കിട്ടിയിട്ട് അത് പറിച്ച് കളയാന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതാണ് നമ്മുടെ കാർപ്യൂറൈഡിൻ്റെ 702B Pro എന്ന് പറഞ്ഞ മോഡൽ. ക്യാമറ ഉള്ള വേർഷൻസും ഉണ്ട്. അതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ഞാൻ ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടോ, ഈ രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് സ്വിച്ച് ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ, ഡിവൈസ് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൽ ബോൾ ജോയിൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെമ്മറി ഇത് കൂടിയിട്ട് മെമ്മറിക്ക് ഇടാൻ സ്ക്രൂ ഇട്ടെന്ന് വെച്ചാൽ അത് വാട്ടർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ്. കണ്ടോ, ഇപ്പോൾ സാധനം ഓഫായി. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്കിനി നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യാം. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ എനിക്ക് കുറേ തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമുക്ക് വേറെ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ വെച്ചിട്ട്, അതായത് നമ്മൾ വണ്ടിയിൽ ഫോണൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഫോണിനുണ്ടാകും. പൊടി അടിക്കുക, പിന്നെ ചൂടാവുക, ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുക, ചാർജിൽ കുത്തിയിടുക, വെയിലടിച്ച് ഓവർ ഹീറ്റ് ആവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫോണൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫോണിന് പകരം ഒരു സ്ക്രീൻ തന്നെ നമുക്ക് അവിടെ കിട്ടും. അത് ഫുള്ളി വാട്ടർ പ്രൂഫ്, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് അവിടെ കിട്ടും. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ ഇതിന് ചാർജർ സീറ്റിൻ്റെ അടിയിലാണ്, പുതിയതിന് ചാർജർ മേളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഫോൺ ചാർജ് ചെയ്യാൻ ബാഗിൻ്റെ അകത്ത് ഇടാം. പവർ ബാങ്ക് വെച്ച് ഫോൺ എപ്പോഴും നമ്മുടെ സേഫ് ആയിരിക്കും ബാഗിനകത്ത് ഇടാം. കോൾ വന്നാലും ഇപ്പോൾ ഇൻ്റർകോം കണക്ട് ആണെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസസ് ഹെൽമെറ്റ് കണക്ട് ആണെങ്കിൽ കോൾ വന്നവരെ നമുക്ക് എടുക്കാം, മെസ്സേജ് വായിക്കാം, മാപ്സ് കാണാം, നമുക്ക് പാട്ട് മാറ്റാം, മെസ്സേജ് വായിച്ച് റിപ്ലൈ കൊടുക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് ചെയ്യാം. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നിങ്ങൾ കുറേ വലിയ വലിയ വണ്ടികളിലതൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു GS ഇത് ഓൾറെഡി GS, പിന്നെ അങ്ങനെ കുറേ ടൂറിംഗ് വണ്ടിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് സ്ക്രീൻ ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ GS ഓണേഴ്സിന് ആയാലും ഇതെടുത്ത് വെക്കാം. ഇത് ഡയറക്റ്റ് ഫിറ്റാണ്, അതിൻ്റെ ഒരു ആക്സറി അവർ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ചെറിയ വണ്ടികളിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ യൂസ് ചെയ്ത് നമുക്കും അതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇതിൽ
ഇതിൽ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അതിനെന്തൊക്കെയോ ഹാക്കൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റുമെന്നും തോന്നുന്നുണ്ട്. അതൊക്കെ നമുക്ക് പയ്യെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വാസം ഡോൺ ഫൈൽ ലൈക്ക് ചെയ്താൽ കഴിഞ്ഞാൽ ബെല്ലേക്ക് അടുത്ത വീഡിയോ ബെല്ലേക്ക്